പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് മാർച്ച് 8 ശനിയാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ യാത്രകൾ, നമ്മുടെ ഉദ്യമങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന വഴികൾ, നമ്മൾ ചെന്ന് കയറുന്ന തൊഴിലിടങ്ങൾ, നമ്മൾ ചെയ്യുന്ന ജോലികൾ, നമുക്ക് കുടിശ്ശികയായി ചെയ്ത് തീർക്കാനുള്ള ബാധ്യതയായിട്ടുള്ള വിഷയങ്ങൾ, നമുക്ക് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അവരോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ, എടുക്കേണ്ട തീരുമാനങ്ങൾ, നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ, ഇന്ന് കൈവരിക്കേണ്ട വളർച്ച, ചില നിർണായകമായ നിമിഷങ്ങളും കൂടിയാലോചനയും കൂടിക്കാഴ്ചകളും ഉണ്ടെങ്കിൽ അത് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും സുവർണമായ ഒരു അവസരമാണിത്. കർത്താവിൻ്റെ കൂടെ ഈ ദിവസം തുടങ്ങാൻ കഴിയുന്നു. അമ്മയുടെ മധ്യസ്ഥതയിൽ ആരംഭിക്കുന്ന ഒരു ദിവസമാണിത്. കർത്താവെ, ഞങ്ങൾക്ക് ഈ അവസരം തന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ മക്കൾ ഇന്ന് കടന്നു പോകുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ മക്കളെ മേൽ ആവശ്യിക്കണം പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പഠനങ്ങളെ സമയം വൃഥാവിൽ ചെലവഴിക്കാതെ നന്നായി പഠിക്കുവാനും പഠിക്കുന്ന മനസ്സിൽ പതിഞ്ഞു നിൽക്കുവാനും
മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത് പരീക്ഷയെ പരിപാലിക്കുവാനും, കർത്താവെ കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ, പരീക്ഷ പേപ്പറുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതനുസരിച്ച് അവസാന പക്ഷേ സെലക്റ്റീവായിട്ട് പഠിക്കാനുള്ള അവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ അനുഗ്രഹങ്ങൾ, പഠിക്കാനുള്ള വിഷയം തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക അനുഗ്രഹങ്ങൾ അങ്ങനെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോൺഫിഡൻസോടുകൂടി, ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതാൻ അവർ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, വിസ നഷ്ടപ്പെട്ടവർ, വിസ അന്വേഷിക്കുന്നവർ, സർട്ടിഫിക്കറ്റ് വിദ്യകളുടേത്, രേഖാമൂലമുള്ള തടസ്സങ്ങൾ, തൊഴിലിൻ്റെ തടസ്സങ്ങൾ, രജിസ്ട്രേഷൻ തടസ്സങ്ങൾ, ഉടമ്പടിയുടെ തടസ്സങ്ങൾ, അതുപോലെ തന്നെ രേഖാമൂലമായ ഗവൺമെൻറ്റുമായിട്ടുള്ള രേഖാമൂലമുള്ള തടസ്സങ്ങൾ, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വീടിന് നമ്പർ കിട്ടാത്തവരെ, വീടും പഞ്ചായത്തും തമ്മിൽ നമ്പറിൻ്റെ പേരിൽ പല പല ഇഷ്യൂസ് നിലനിൽക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരുടെ കഴിവിനേക്കാളുപരി നമ്മളെ വളർച്ചയെ, നമ്മുടെ സമാധാനത്തെ പാരവെക്കുന്ന, തുരങ്കം വെക്കുന്ന നാരകീയ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ നിഹരിക്കപ്പെട്ടെന്ന് കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ രോഗങ്ങൾ, രോഗപീഠകൾ, വേദനകൾ, ഒരു പല്ലുവേദനയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ കളയും മനുഷ്യൻ്റെ. അവന് പിന്നെ ഭക്ഷണം കഴിക്കാനും തോന്നത്തില്ല, സംസാരിക്കാനും തോന്നത്തില്ല, വെറുതെ അടുക്കി റിപ്പോർട്ടിങ്ങനെ കാണാം. ഓരോരോ വേദനയാൽ ചിലർക്ക് ബ്ലീഡിങ് വന്നാൽ തീരത്തില്ല, ചിലർക്ക് ഭയങ്കര വയറുവേദനയായിരിക്കും, ചിലർക്ക് ഭയങ്കര നടുവേദനയായിരിക്കും. ഇങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളിൽ വേദനയുണ്ട് അവിടെയെല്ലാം കർത്താവിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെച്ചുകൊണ്ട് വേദനയിൽ നിന്ന് രക്ഷപ്പെടാനും സമാധാനത്തോടെ നീ ജീവിക്കാനും ദൈവത്തിൻ്റെ കരുണകൾ ആവശ്യിക്കട്ടെ. മക്കളെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, മക്കളുടെ ദുർനടപ്പ് കൊണ്ടും കുഞ്ഞുമക്കളുടെ രോഗങ്ങൾ കൊണ്ടും മക്കളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആവലാതി കൊണ്ടും വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. മക്കൾക്ക് വേണ്ട വിധ നല്ല ഭക്ഷണമോ വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റാതെ കിടപ്പിലായിപ്പോയ മാതാപിതാക്കന്മാരുണ്ട്. അവർ വിഷമിക്കുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കിടക്കുന്ന എത്രയും വേഗം ആലസ്യം രോഗം വിട്ടുണർന്ന് അവർ നല്ല ചൈതന്യത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി അവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് സഞ്ചരിച്ചു പോകുന്നവരെ അനുഗ്രഹിക്കണമേ. പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്ന് സഞ്ചരിച്ചു പോകുന്നവരെ അനുഗ്രഹിക്കണമേ. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ ആശീർവദിക്കണമേ. വീട്ടിൽ തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ. നിൻ്റെ ജോലി, നിൻ്റെ ജീവിത മാർഗങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നവരെ, നിൻ്റെ ജീവിതം നിനക്ക് കടങ്ങൾ തരാൻ നീ കൊടുത്ത കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവ് നിനക്ക് തരാനുള്ള ആൾക്കാർക്ക് തരാനുള്ള മനസ്സും തരാനുള്ള നിവൃത്തിയും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ വീണ്ടും വായിക്കുന്നത് നിയമാവർത്തനം തന്നെയാണ്. നിയമാവർത്തനം 8-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. നോൻപാട് സബ്ജക്റ്റ് കേടാ, നോൻപാടെന്ന് ഓർക്കാൻ വേണ്ടിയാ. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ബൈബിളിന്റെ ഒരു വാട്ടർമാർക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിള് മുന്നോട്ട് വെക്കുന്ന ഒരു സമീപന രീതിയുണ്ട്. എന്താണെന്ന് അറിയാമോ? നോട്ട് ബൈ മെറിറ്റ്. രക്ഷാകര പ്രിൻസിപ്പിൾ വർക്കൗട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഫോർമുലയിലാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പോൾ എല്ലാ ഉടമ്പടി എടുത്ത് എല്ലാവരും കാണാപ്പാടം പഠിച്ചിരിക്കുന്നത് എന്താണ്? എഫേസ്യൻസ് 2:8 എന്താണ്? ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കരുണ കൊണ്ട്. അത് ബൈബിൾ സംസ്കാരത്തിൻ്റെയും സമ്പ്രദായത്തിൻ്റെയും ഒരു സമ്യക് രൂപമാണ്. എന്താ കാര്യം? അതാണ് അപ്പം കൊണ്ട് മാത്രമല്ല, അതാണ് നോട്ട് ബൈ മെറിറ്റ്. എന്താ? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ്, ബട്ട് ബൈ ഗ്രേസ് അല്ല. എല്ലാവരും ഈ ഓരോരോ സ്ഥലത്തും ഓരോ ഫോർമുല ഉണ്ടെങ്കിലും അതൊരു സാരാംശത്തിൽ എല്ലാം ഒന്ന് തന്നെയാണ്. എന്താണ്? അത് തന്നെയാണ് ഈശോ പറയണത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്.
യോഹന്നാൻ 15:5 എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കഴിയുകയില്ല. വെച്ചാൽ എന്തിനാണ് എന്നെ കൂടാതെ പറയണത്? നമുക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും, എല്ലാം കർത്താവ് കൂടിയാണ്. അല്ല, ജഡിക കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ദൈവഹിത പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആത്മാവിൻ്റെ വിവേചനം വേണ്ടേ, ഏകമധ്യസ്ഥനായ കർത്താവിൻ്റെ മാധ്യസ്ഥ്യത വേണ്ടേ? അതാണ് അതുകൊണ്ട് ദൈവഹിത പ്രകാരം ജീവിക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണില്ലേ? എന്താണ്? അതായത് അവനെ അയച്ചവൽ വിശ്വസിക്കണം. അതാണ് യോഹന്നാൻ 6:28-29. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പൊ എന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവഹിത പ്രകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനിൽ അയച്ചവൻ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വചനാനുസരിച്ച് അവൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, വെച്ചാൽ അപ്പം എന്ന് പറയുമ്പോൾ മെരിറ്റാണ് എൻ്റെ അടുത്ത് വരേണ്ടത്. അവനവൻ്റെ കഴിവ് കൊണ്ടും ദൈവത്തെ മാറ്റി നിർത്തിയാലും മനുഷ്യന്മാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ബൈബിൾ ബ്രെഡ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ജീവിക്കണം എന്ന് പറയുമ്പോൾ ബ്രെഡ് കൊണ്ട് ജീവിക്കാൻ പറ്റും, ചാകണ വരെ ജീവിക്കാൻ പറ്റും. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല. ജീവിക്കുക എന്ന് വെച്ചാൽ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നിത്യം നിലനിൽക്കുക എന്നാണ് പറയുന്നത്. നിത്യം നിലനിൽക്കുക, നിത്യത വരെ ജീവിക്കുക. അപ്പം നിത്യത വരെ ജീവിക്കുന്നതിന് എന്ത് ചെയ്യണം? അത് അപ്പം കൊണ്ട് മാത്രമല്ല, എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വായിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട്. അപ്പം നോൻപിൻ്റെ ഉദ്ദേശം എന്താണ്? നിത്യതയെക്കുറിച്ച് നമ്മൾ അനുസ്മരിപ്പിക്കുകയും. അപ്പോൾ നിത്യതയെ അനുസ്മരിപ്പിക്കുന്നത് നോൻപിൻ്റെ പഴയകാല ട്രഡീഷൻസാണ്. ഈ ദേവാസ്ത വിളി എന്നും പറഞ്ഞൊരു പ്രാർത്ഥനാ രൂപം കടലോര സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കടലോര സമൂഹത്തിലല്ല, പടിഞ്ഞാറൻ തീരത്തുള്ള എല്ലാ സമൂഹങ്ങളിലും ദേവാസ്ത, ക്രിസ്ത്യൻ സമൂഹങ്ങളിലും ദേവാസ്തയുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവരെല്ലാവരും വിളിച്ചു കൂട്ടിയായിരുന്നു. ഇവിടെ കേരളത്തിലുള്ള എല്ലാ ദേവാസ്തക്കാരെയും വിളിച്ചു കൂട്ടി. അവർക്ക് കുരിശുമാലയെ കൊടുത്ത് രാത്രി സ്കോഡ് വർക്ക് അവരെന്ന് വെച്ചാൽ ഫ്രാൻസിസ് സീവറിൻ്റെ ഇഗ്നേഷ്യസ് ലയോളായുടെ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. ലയോളായുടെ മെഡിറ്റേഷൻ ഇഗ്നേഷ്യൻ മെഡിറ്റേറ്റ് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഒന്നാമത് മരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇഗ്നേഷ്യൻ മെത്തേഡ് തന്നെയാണ്. ഈ ആദ്യം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പിന്നീട് മരണം കഴിഞ്ഞിട്ട് പിന്നെ വിധി, പിന്നെ സ്വർഗം, പിന്നെ നരകം. ഇങ്ങനെ ഉള്ള ഇഗ്നേഷ്യൻ ധ്യാന രീതികളാണ് പ്രമേയവൽക്കരിച്ചിട്ടുണ്ട് ദേവാസ്തകളിലുള്ളത്. അതാണ് ഫ്രാൻസിസ് സേവർ ഇവിടെ തുടങ്ങിയത്. രാത്രി ദിനം അതിൽ പറയുന്നുണ്ട്, ഒന്നാമത് മരണമെന്നും സൂര്യത്തെ ഇങ്ങനെ ഈ ക്ഷമാപ്രയറില്ലേ, ഹീറോ ഇസ്രയേൽ എന്ന് പറഞ്ഞ് യഹൂദൻ്റെ പ്രാർത്ഥനയുടെ ആ ഒരു ക്രൈസ്തവ രൂപമാണ് ദേവാസ്ത വിളി. അതിനെക്കുറിച്ച് ഇപ്പം അദ്ദേഹം കേട്ടാൽ മതി. പക്ഷെ അവിടെയെല്ലാം ഈ ആയുസ്സിൻ്റെ ക്ഷേതയെക്കുറിച്ച് പറയുന്നുണ്ട്. ആകയാൽ ഉപവിയാകപ്പെട്ടവരെ, സ്നേഹിതരെ, നാളെ നമ്മുടെ ജീവിതം ക്ഷണികമാണെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? മിശിഹാ തമ്പുരാൻ്റെ കൂടെ നിത്യതയോട് ജീവിക്കേണ്ടവരാണ് നമ്മളെന്ന്. അതാണ് ദേവാസ്തവിളിയുടെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പം അതിനെന്ത് ചെയ്യണം? അതിന് അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ പറ്റത്തില്ല. പിന്നെ എങ്ങനെ ജീവിക്കണം? ദൈവത്തിൻ്റെ വായിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടാണ്. അപ്പം ഈ പ്രാവശ്യം വചനത്തിൽ മനുഷ്യൻ വളർന്നു വരുന്ന, അതുകൊണ്ട് നോൻപ് കാലത്ത് മുഴുവൻ ധ്യാനങ്ങൾ വെച്ചിരിക്കണില്ല എല്ലായിടത്തും. അപ്പം നിങ്ങളതിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യാൻ കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.